മറ്റു വാർത്തയിലേക്ക്. ഹമാസിനെ തളയ്ക്കാൻ മുസ്ലിം രാജ്യങ്ങളിലെ സേനയെ ഗാസയിലേക്ക് അയക്കാൻ ഒരുങ്ങി അമേരിക്ക. അടുത്തയാഴ്ച അമേരിക്കൻ സന്ദർശനം നടത്തുന്ന പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനോട് ട്രംപ് ഇക്കാര്യം ഔദ്യോഗികമായി ആവശ്യപ്പെടും. എന്നാൽ പാകിസ്ഥാനിലെ തീവ്ര മതവാദികൾ ഇതിനെ ശക്തിയുക്തം ചെറുക്കുകയാണ്. മുസ്ലിങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന നേതാവെന്ന നിലയിൽ സ്വീകാര്യത ലഭിച്ചിരുന്ന മുനീറിന്റെ ചതിയാണ് ഇതെന്നാണ് വ്യാപക വിമർശനം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ട്രംപിന്റെ നീക്കം ഏറെ നിർണായകമാണ്. പക്ഷേ ഇത് സ്വീകരിക്കാനുള്ളൊരു സാധ്യത എത്രമാത്രമുണ്ട്? പ്രത്യേകിച്ചും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ മുനീർ ഇത് സ്വീകരിക്കുമോ? എന്ത് സംഭവിക്കും? എന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, നമുക്കിപ്പോൾ ഒരു കാര്യവും ഉറപ്പു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ജൂണിലാണ് ഇതിനു മുൻപേ ഈ പറയുന്ന അസീം മുനീർ അവസാനമായി അമേരിക്കയിലെത്തിയത്. അദ്ദേഹവും ട്രംപും തമ്മിലുള്ള ബന്ധം അത് ഇതിനു മുൻപേ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫീൽഡ് മാർഷലാണ് ഈ അസീം മുനീർ എന്നാണ് ട്രംപ് ഇപ്പോൾ ഗാസ പീസ് കീപ്പിംഗ് പ്ലാനിൻ്റെ സമയത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഗാസ സമാധാന പദ്ധതി അത് നിലവിൽ വന്നിട്ട് 2 മാസം പിന്നിടുന്നു. അതേ വേദിയിൽ അസീം മുനീറും മുനീറിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും അതേ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ അസീം മുനീറിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ട്രംപിൻ്റെ ഈ പരാമർശങ്ങൾ. അന്ന് ജൂണിൽ ഈ അസീം മുനീർ വൈറ്റ് ഹൗസിൽ എത്തിയപ്പോൾ ട്രംപും അസീം മുനീറും മാത്രമായിട്ടുള്ള ഒരു ഡിന്നർ ഫംഗ്ഷനൊക്കെയാണ് നടന്നത്. അപ്പോൾ ഇരുവരും തമ്മിലുള്ള ഈ ഒരു ബന്ധം വെച്ചിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഗാസ പീസ് കീപ്പിംഗ് പ്ലാനിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ അവിടെ ഒരു അന്താരാഷ്ട്ര സേനയെ നിയോഗിക്കാനുള്ള ഈ ദൗത്യം അതിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ ആർമിയെ ട്രംപ് ക്ഷണിക്കുന്നത്. പാകിസ്ഥാനിലും ഇന്തോനേഷ്യയിലുമുള്ള സൈന്യത്തിനെയാണ് ആദ്യത്തെ ഈ അന്താരാഷ്ട്ര പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നുള്ള നിലയിൽ ഗാസയിൽ നിയോഗിക്കാനായിട്ട് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഈ സേനയുടെ ഉദ്ദേശങ്ങളെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഗാസയുടെ സമാധാന പദ്ധതി അത് ചർച്ച ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വിശദമാക്കിയ കാര്യമാണ്. ഈ സേനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഗാസയിലുള്ള ഹമാസ് എന്ന് പറയുന്ന സംഘടന അവരെ നിരായുധീകരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഈ ഒരു സേനയ്ക്കുണ്ട്. മാത്രമല്ല അവിടെയുള്ള ഒരു ഭരണ കൈമാറ്റ സമയം, ഈ ഒരു ട്രാൻസിഷൻ പീരീഡിന് നേതൃത്വം വഹിക്കുക, ഈ ഒരു കാര്യം കൂടി ഈ സേനയ്ക്ക് ഇപ്പോൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ ഈ സമാധാന കരാർ നിലവിൽ വന്ന ശേഷവും ഹമാസും ഇസ്രായേലും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംഘർഷം അത് നിലനിൽക്കുന്നുണ്ട്. ഹമാസ് വെടിനിർത്തൽ ലംഘിക്കുന്നു, അതുപോലെ തന്നെ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനു മുൻപേ തന്നെ പലതവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും സംഘർഷം സജീവമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് അതിൻ്റെ ഭാഗമായിട്ട് ഈ പാകിസ്ഥാൻ സേന ഗാസയിൽ എത്തുകയാണെങ്കിൽ ഹമാസിനെതിരെ പ്രവർത്തിക്കേണ്ടി വരും. ഹമാസിനെ നിരായുധീകരിക്കേണ്ട ആ ഒരു പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടി വരും. ഇതെല്ലാം പാകിസ്ഥാനിലുള്ള തീവ്ര മതവാദികളിൽ കടുത്ത എതിർപ്പ് ഉണ്ടാക്കാൻ കാരണമാകും. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ വ്യാപകമായിട്ടുള്ള വിമർശനം അത് ശക്തമായിട്ടുണ്ട് അസീം മുനീറിനെതിരെ. ഇപ്പോൾ നിലവിൽ അടുത്ത ആഴ്ച അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ സേനയെ ഗാസയിലേക്ക് അയക്കാനുള്ള കരാർ ഒപ്പിടാനാണ് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് വ്യാപക വിമർശനം അവിടെയാണ്. അജയ്, നമുക്കറിയാം ഈ അസീം മുനീറും ട്രംപും തമ്മിലുള്ള ബന്ധം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അത് വലിയ തരത്തിൽ ചർച്ചയായത് കൂടിയാണ്. അത് മാത്രമല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ട്രംപിന്റെ ഒരു തന്ത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. വലിയ ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു തന്ത്രം തന്നെയാണ് ഈ കാര്യത്തിൽ ട്രംപ് സ്വീകരിച്ചത്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു നയതന്ത്രമാണ് ഇവിടെ അദ്ദേഹം സ്വീകരിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന നേതാവ് എന്നുള്ള പേര് വലിയ തരത്തിൽ അസീം മുനീറിനുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കുമോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക? അദ്ദേഹം എന്ത് തീരുമാനിക്കാനായിരിക്കും സാധ്യതയുണ്ടാവുക? ട്രംപിൻ്റെതുമായി ബന്ധം വെച്ചിട്ട് അത് തള്ളാനുള്ള സാധ്യതയുണ്ടോ?
അതാണ് ഇപ്പോൾ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യക്ക് നേരെയുള്ള ഈ ആക്രമണം അത് ഇതിനു മുൻപ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്താണെങ്കിലും അതിനു മുൻപേ എല്ലാമാണെങ്കിലും അദ്ദേഹം വളരെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയിരുന്നു. ഇപ്പോൾ കശ്മീരിൽ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപേ ഈ അസീം മുനീറിൻ്റെ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗമെല്ലാം പുറത്തു വന്നതാണ്. അതിൽ അവിടെയുള്ള പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ ഒന്നിച്ച് നിർത്തുന്ന തരത്തിലുള്ള, അതായത് അവിടെയുള്ള മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങളുടെ രക്ഷകൻ എന്നുള്ള നിലയിലെല്ലാം സ്വയം ഉയർന്നു വരാനാണ് അസീം മുനീർ എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ കസേര ഉടൻ തന്നെ വലിച്ച് താഴെയിടുക എന്നൊരു സ്വപ്നം കൂടി അസീം മുനീർ കാണുന്നുണ്ട് എന്നൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം അതിൻ്റെ ഒരു ശ്രമങ്ങൾ ആ ഒരു പടിയിലേക്ക് പാകിസ്ഥാൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമാണെങ്കിലും ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളാണെങ്കിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിലവിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് പാകിസ്ഥാന് പ്രശ്നമുണ്ട്. അതേസമയം തന്നെ ഇന്ത്യക്കെതിരെയും പാകിസ്ഥാന് നിലവിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ സേന ഈ രണ്ട് അതിർത്തികളിൽ, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലും ഇന്ത്യൻ അതിർത്തിയിലും, അതുമാത്രമല്ല പാകിസ്ഥാൻ അകത്ത് തന്നെ ഉണ്ടാകുന്ന ഈ ബലൂചിസ്ഥാൻ വിഷയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ സേനയെ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ അവിടെയുള്ള നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ അതിർത്തി ശക്തിപ്പെടുത്തണം. പിന്നെ ബലൂചിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം ഇത് ചെറുക്കണം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടെല്ലാം പാകിസ്ഥാൻ സേനയെ നിലവിൽ തന്നെ പല ഭാഗത്തായി വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഗാസയിലേക്ക് ഒരു സേനയെ അയക്കുക എന്ന് പറയുന്നത് അത് പാകിസ്ഥാന് സൈനികമായി തന്നെ ഒരു അടിയാണ്. അതുമാത്രമല്ല ട്രംപിൻ്റെ ഒരു ബന്ധമെന്ന് പറയുന്നത് അസീം മുനീറിനെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നുകൂടിയാണ്. കാരണം ഇന്ത്യക്കെതിരെയുള്ള നിലപാടെടുക്കുമ്പോഴും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള നിലപാടെടുക്കുമ്പോഴും അമേരിക്കയുടെ ഒരു പിന്തുണയുണ്ടെങ്കിൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശക്തി കൂടിയാണ്. അപ്പോൾ ഒരിക്കലും ട്രംപിനെ പിണക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവിടെയുള്ള പാകിസ്ഥാനിലുള്ള തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണയായിട്ടുള്ള തീവ്ര മതവിഭാഗക്കാർ അവരെ ഒരിക്കലും പിണക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല ഇപ്പോൾ ഈ പാകിസ്ഥാൻ സേനയെ അതിൻ്റെ ശക്തി ദുർബലമാക്കാനും സാധിക്കില്ല. ഇപ്പോൾ 3 തരത്തിലുള്ള പ്രഷറാണ് അസീം മുനീറിനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് തീരുമാനം എടുക്കും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിർണായകമാണ്. ഇതിലേത് കാര്യത്തിൽ കൈവച്ചാലും അത് ചെറുതായിട്ടൊരടി അത് അസീം മുനീറിന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം അത് ഉറപ്പാണ്. അജയ് സുധാ ബിജുവാണ് വിശദ വിവരങ്ങൾ നൽകിയത്.